ഇന്ന് കഴിഞ്ഞ +1 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് 100% ഉറപ്പാണ് ഡിഫിക്കൽട്ട് ആയിരിക്കും. 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാണ് ഏതൊരു വിദ്യാർത്ഥിയും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. 10 കൊല്ലത്തെ, ഒന്നും രണ്ടുമല്ല 10 വർഷത്തെ. നീണ്ട 10 വർഷമില്ലാത്തൊരു പാറ്റേൺ ചേഞ്ച് ഇക്കൊല്ലം കൊണ്ടുവരുമ്പോൾ ഒറ്റ അഭ്യർത്ഥന മാത്രമേ എൻ്റെ ഭാഗത്തുനിന്നുള്ളൂ. അത് മുമ്പ് അറിയിക്കാമായിരുന്നു. സെക്കൻഡ് ടൈം എക്സാം ഉണ്ടായിരുന്നു, മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ഈ പറയുന്ന സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും ഇല്ലാത്ത ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മെയിൻ എക്സാമിന് ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നു ഞങ്ങളുടെ മക്കളോട് നിങ്ങൾ അങ്ങനെ ചെയ്തത്? +2 എക്സാം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലത്തെ പാറ്റേൺ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മെയിൻ എക്സാം ഉണ്ടായിരുന്നത്. എന്തിനായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ +1 മക്കളെ പറ്റിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത്? ഇതൊരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചോദ്യപേപ്പർ അല്ല. ഇതൊരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ അറിവ് തെളിയിക്കാൻ വേണ്ടി മാത്രം ഇട്ട ചോദ്യപേപ്പറാണ്. അതെ, എനിക്ക് ചോദ്യപേപ്പർ ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി സാധിക്കും. അതെ, പാറ്റേൺ മാറ്റാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒന്ന് മാത്രമേ ചോദ്യമുള്ളൂ. മുമ്പ് ചെയ്യുമായിരുന്നെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി സജ്ജരാകാമായിരുന്നു. ഇതിന്റെ അർത്ഥം ഒരിക്കലും ചോദ്യപേപ്പർ ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി പാടില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഡിഫിക്കൽട്ട് ആക്കാം, പക്ഷേ അതൊരു സൂചനയ്ക്ക് ശേഷം മാത്രമായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള അഭ്യർത്ഥന. എക്സാം ഇത്രമേൽ ഡിഫിക്കൽട്ട് ആക്കിയ സ്ഥിതിക്ക് എനിക്കൊന്നു മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാനുള്ളൂ. ഇത്തവണ +1 മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അത്രമേൽ കൂടുതലായിരിക്കും. ആയതിനാൽ മാർച്ച് മാസം നടത്താൻ തീരുമാനിച്ച ഇംപ്രൂവ്മെന്റ് എക്സാം ദയവ് ചെയ്ത് മുൻ വർഷങ്ങളെ പോലെ തന്നെ സെപ്റ്റംബർ മാസം കണ്ടക്ട് ചെയ്യൂ. അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം തന്നെ അത്രമേൽ മാനസിക സംഘർഷത്തിൽ അകപ്പെടുകയും ചെയ്യും. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള ഒരു അഭ്യർത്ഥന. ഇന്ന് ഈ ചോദ്യപേപ്പർ കണ്ട സമയത്ത് വല്ലാത്ത രീതിയിൽ മാനസികമായ ബുദ്ധിമുട്ടാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ നീണ്ട 14 നാളത്തെ ലൈവിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ കാണുന്ന യാത്ര ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തുകയും നേരെ സൈലത്തിൻ്റെ ഓഫീസിലേക്ക് വരികയും ചെയ്തു. മറ്റൊന്നുമല്ല, ഈ നിമിഷം ഞാൻ എൻ്റെ മക്കളോടൊപ്പം നിൽക്കേണ്ട സമയമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയമാണ്. നിങ്ങൾക്കുള്ള എല്ലാ പ്രതിഷേധവും ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ നിമിഷം നമ്മൾ തളർന്നിരിക്കലല്ല ആവശ്യം. അടുത്ത പരീക്ഷയ്ക്ക് അത് ഗംഭീരമായിട്ട് പഠിക്കൽ മാത്രമാണ് ആവശ്യം. നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കും അടുത്ത പരീക്ഷയ്ക്കായി.